ലാ തുസീബന്ന അല്ലദീന ളലമു മിൻകും ഖാസ്സ. ആ ശിക്ഷ വന്നെത്തി കഴിഞ്ഞാൽ ആ ശിക്ഷ ആരെയാണ് പിടികൂടുക? വ്യഭിചാരികളെ തെരഞ്ഞു പിടിച്ചിട്ടല്ല ആ ശിക്ഷ പിടികൂടുക. ശിർക്ക് ചെയ്യുന്നവരെയും വിദായത്ത് ചെയ്യുന്നവരെയും അനാചാരം അനുഷ്ഠിക്കുന്നവരെയും തെരഞ്ഞു പിടിച്ചിട്ടല്ല അള്ളാഹുവിന്റെ ശിക്ഷ പിടികൂടുക. പിന്നെ എല്ലാവരെയും പിടികൂടും, നല്ലവരെയും മോശപ്പെട്ടവരെയും എല്ലാവരെയും, നിസ്കരിക്കുന്നവരെയും നോമ്പെടുക്കുന്നവരെയും സദ്വൃത്തരായ ജനങ്ങളെയും മുഴുവനും ആ ശിക്ഷ പിടികൂടും. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുമ്പോൾ അത് മൊത്തത്തിലാണ് ഇറങ്ങുക, ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്കല്ല ഇറങ്ങുക. എന്നിട്ട് അള്ളാഹു പറയാ വഅലമൂ, നിങ്ങൾ അറിയുക അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹുവിന്റെ ശിക്ഷ അത് കഠോരമാണ് എന്നുകൂടി നിങ്ങൾ അറിയുക. വല്ലാത്ത ആയത്താണ് പ്രിയപ്പെട്ടവരെ, വല്ലാതെ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ആയത്തുകളാണ്. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ അദാബ്, അള്ളാഹുവിന്റെ ശിക്ഷ, അള്ളാഹുവിന്റെ ഫിത്ന, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള മുസീബത്ത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ വിചാരിച്ചു നമ്മൾ കഴിച്ചിലായി, നമ്മൾ രക്ഷപ്പെട്ടു, എല്ലാം കഴിഞ്ഞു, ഇനി പ്രശ്നമൊന്നുമില്ല, കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം ഇറ്റലിയിലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും എത്രമാത്രം ഭയാനകമായ അവസ്ഥകളാണോ ഞാൻ നിങ്ങൾ കണ്ടു പേടിച്ചത്. നമ്മുടെ രാജ്യത്തേക്കും നമ്മുടെ നാട്ടിലേക്കും വരുമോ എന്ന് നാം ദുസ്വപ്നം കണ്ടത്, നാം ഭയന്ന് വരച്ചത്, അതേ അവസ്ഥ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പയുടെയും ഉമ്മയുടെയും മയ്യിത്തുകളുമായി ആളുകൾ ശ്മശാനങ്ങളിൽ ക്യൂ നിൽക്കുന്ന കാഴ്ച മീഡിയകളിൽ നാം നിത്യേന കണ്ടുകൊണ്ടിരിക്കാൻ. ഇതെന്താണ് പ്രിയപ്പെട്ടവരെ? ഒരൊറ്റ ഉത്തരം മാത്രമേ ഇതിനുള്ളൂ. കടലിലും കരയിലും പ്രത്യക്ഷപ്പെടുന്ന സകല ഫസാദുകൾക്കും ഫിത്നകൾക്കും കാരണം മനുഷ്യന്റെ കരങ്ങളുടെ പ്രവർത്തനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ കൊറോണ കാലത്ത് ഇത്രമാത്രം പ്രതിസന്ധികളും പരീക്ഷണങ്ങളും മനുഷ്യർക്ക് വന്നെത്തിയിട്ട് കണ്ണ് തുറന്ന ആളുകൾ വളരെ പേരാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ബോധം കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്താണെന്നറിയോ? അവർ ആദ്യത്തേതിനേക്കാൾ മോശമായി പോയി എന്നുള്ളതാണ്. ആദ്യം 5 വക്ത് പള്ളിയിലേക്കാണ് വരാതിരുന്നത്. 100 വർഷം മാനിപേക്ഷവും ജമാഅത്തിലെ വോട്ടുന്ന നിസ്കരിക്കല്. കൊറോണ കൂടി വന്നപ്പോ പിന്നെ ജുമാക്ക് വരെ കൂടി മടിയായി, ജുമാ പോലും സുമാറായി, നിസ്കാരം പോലും സുമാറായി. ആ അവസ്ഥയിലേക്ക് അവരെത്തി. എന്നിട്ട് നമ്മൾ വിചാരിച്ചു ഇങ്ങനെ തീർന്നു, അൽഹംദുലില്ലാ, ഇനി ഒരു കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ പറഞ്ഞു വേറൊരു ഷിഗല്ല വൈറസ് വന്നപ്പോ, ഷിഗല്ല ബാക്ടീരിയ വന്നപ്പോ ഭയങ്കരമായിട്ട് സംസാരമായിരുന്നു. കൊറോണ പോയി, ഇപ്പൊ ഷിഗല്ല വന്നു. എവിടെ കൊറോണ പോയി? ഇത് എപ്പോ അവസാനിക്കും അള്ളാഹു മാത്രമേ അറിയുള്ളൂ. ഒന്നാമത്തെ ആയത്ത് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അക്രമികളെ മാത്രമല്ല അള്ളാഹുവിന്റെ ശിക്ഷ പിടികൂടുക, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. വേറൊരു പരിഹാരം കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് പരിഹാരം അറിയോ? അള്ളാഹു പറയാൻ വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. രണ്ട് പരിഹാരങ്ങൾ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള രണ്ട് പരിഹാരങ്ങൾ. എന്തൊക്കെയാണ് പരിഹാരങ്ങൾ? ഒന്നാമത്തെ താങ്കൾ അവരിൽ ഉണ്ടായിരിക്കെ അള്ളാഹു അവരെ ഒരിക്കലും ശിക്ഷിക്കൂല. ഒന്നാമത്തെ പരിഹാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുക എന്നതാണ്. അത് നമ്മളെ കൊണ്ട് എന്തായാലും പറ്റൂല. പ്രവാചകൻ മരിച്ചുപോയി, അള്ളാഹു റസൂൽ വഫാത്തായി, അതുകൊണ്ട് പ്രവാചകന്റെ കൂടെയുള്ള സഹവാസം നമുക്ക് സാധ്യമല്ല. പ്രവാചകൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരൊറ്റ ദുആ മതിയായിരുന്നു ഈ ലോകത്ത് നിന്ന് ഈ വലിയ ബലാഇനെ, മുസീബത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ ഉയർത്താൻ. പക്ഷേ ആ മഹാഭാഗ്യം സിദ്ധിക്കാത്തവരാണ് നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ ദുനിയാവിലില്ല, അതിന് മുഫത്തായി. രണ്ടാമത്തെ പരിഹാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുർആൻ ഓതി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് പരിഹാരം? വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ ഇസ്തിഗ്ഫാർ നടത്തുന്ന കാലത്തോളം, അവർ ഇസ്തിഗ്ഫാറിലായിരിക്കുന്ന കാലത്തോളം അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അത് വർദ്ധിപ്പിച്ചു പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ കൂട്ടുകാരിലേക്കും നമ്മുടെ വേണ്ടപ്പെട്ടവരിലേക്കും ഈ മഹാവ്യാധി വന്നെത്താതിരിക്കാൻ, അള്ളാഹുവിന്റെ ശിക്ഷക്ക് നാം പാത്രീഭൂതരാകാതിരിക്കാൻ ഈ ഒരു കാര്യം നമ്മൾ വർദ്ധിപ്പിക്കണം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ചെറിയ വാക്കാണ്, പക്ഷേ അതിന്റെ ശക്തി എന്ന് പറയുന്നത് അളക്കാനാവാത്തതാണ്. ഏതാണ്ട് ഏറ്റവും നല്ല സമയം അത്താഴത്തിന്റെ സമയമാണ്.
സുബ്ഹാനോട് അടുക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിക്കുക, സദാ സമയവും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, അല്ലാഹുവിന് സർവ്വവും സമർപ്പിക്കുക. അത് മാത്രമേ നമ്മുടെ മുന്നിൽ വഴിയുള്ളൂ. പടച്ചോനെ, ഞങ്ങളിതാ കീഴടങ്ങിയിരിക്കുന്നു, കീഴൊതുങ്ങിയിരിക്കുന്നു, ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അല്ലാഹുവേ, ഞങ്ങൾ നിന്നിൽ പാപമോചനം തേടുന്നു, നിന്നിലേക്ക് ഞങ്ങൾ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു എന്ന് സദാ ആത്മാർത്ഥമായി അല്ലാഹുവോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ മുസീബത്തിൽ നിന്ന്, വലിയ ബലായിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിനെ എത്രയും പെട്ടെന്ന് സാധാരണ നിലയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനെ അതിന്റെ അവസാനം വരെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.